എല്ലാവർക്കും ഒരിക്കൽ കൂടി അസരീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഭാര്യ തനിക്കറിയാവുന്ന മറ്റൊരു പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ അതിന്റെ അർത്ഥം ഏത് വഴി സ്വീകരിച്ചുകൊണ്ടും ആ അറിയുന്ന വ്യക്തിയിൽ നിന്ന് സമ്പത്ത് കൈവശപ്പെടുത്താൻ ഇയാൾ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരിക്കുമല്ലേ, ഞാൻ കുറെ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ടല്ലേ. സ്വന്തം മാതാവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ തന്റെയും പിതാവിന്റെയും ഇടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി ഈ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകും എന്നതാണ് അതിന്റെ സൂചന. പുരുഷൻ തനിക്കറിയാത്ത ഒരു സ്ത്രീയുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ അത് ഖൈറിന്റെ മേലും സന്തോഷത്തിന്റെ മേലുമാണ് അറിയിക്കുക. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, കുഞ്ഞെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇനി വിവാഹം കഴിച്ച ഒരു പെണ്ണ് ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ ഇവന്റെ ഭാര്യയെ ഇവൻ അവന് കെട്ടിച്ചുകൊടുക്കോ? അങ്ങനെ കെട്ടിച്ചുകൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? തനിക്ക് ധാരാളം പിന്നീട് ലഭിക്കാവുന്ന സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. തന്റെ സഹോദരിയുമായി ചെറിയ സഹോദരിയുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. വലിയ സഹോദരിയുമായി സിനയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ ആ സഹോദരിയുടെ വിവാഹം അടുത്തിരിക്കുന്നു എന്നതാണ്. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. ഞാൻ പോകുന്നു.